കുറച്ച് ദിവസം കൊണ്ട് പൊതിച്ചോറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നതങ്ങാക്കി കളയാമെന്ന് വെച്ച് അരി കുക്കറിലേക്ക് ഇട്ട് കുറച്ച് പയർ തോരൻ വെച്ച് കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് പൊരിച്ചെടുത്തേ. അപ്പം ഉണക്കമീൻ ഞാൻ ഉണക്കിയത് കൊണ്ട് തന്നെ നല്ല ഉപ്പായിരുന്നു. അപ്പോൾ അത് പൊരിച്ച് ഒരു ചമ്മന്തി ആക്കാമെന്ന് കരുതിയേ. പൊതിച്ചോറിലെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റമാണല്ലോ മുട്ട. അപ്പോൾ അതും കൂടി പൊരിച്ചെടുത്തേ. എന്തായാലും ഇതൊക്കെ കറികളൊക്കെ കൂടുതലാണ്, എനിക്ക് എത്രത്തോളം കറിയൊന്നും വേണ്ട, എന്നാലും പൊതിച്ചോറാകുമ്പോൾ ഒരല്പം കറി ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പം എല്ലാവർക്കും കൂടി ഒരു പൊതി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, പൊതിച്ചോറാകുമ്പോൾ പ്രത്യേകം വാരി കഴിച്ചാലേ ടേസ്റ്റുള്ളൂ എന്ന് വെച്ചിട്ട് അതിന് 3 പൊതിയാക്കി പൊതിഞ്ഞ് വെച്ചേ. സ്കൂളിൽ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുള്ള ഓർമ്മകളൊന്നും എനിക്കില്ല. ഞാൻ മിക്കവാറും വീട്ടിൽ വന്നായിരിക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നെങ്കിലും കാപ്പിയായിരിക്കും. മക്കളും അങ്ങനെ തന്നെ, അവരും കാപ്പിയെ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പൊതിച്ചോറ് ട്രെൻഡായപ്പോഴാണ് ഇതെന്താണ് സംഭവം, നമുക്കും കഴിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പം എന്തൊക്കെയായിരുന്നാലും ഇത് മിക്കവരുടെയും ഒരു നല്ലൊരു ഓർമ്മയുടെ ബാക്കി പത്രമാണല്ലേ ഈ പൊതിച്ചോറെന്ന് പറയുന്നത്. കരുവാട് ചേർത്തരച്ച ചമ്മന്തി സൂപ്പറായിരുന്നു കേട്ടോ.